പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രിക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു ഇന്ന് കൂട്ടായ്മയ്ക്ക് ദൈവത്തെ വാഴ്ത്തുന്നു. അല്പസമയത്തെ ദൈവന ശുശ്രൂഷിക്കാൻ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 19:7. യഹോവയുടെ ന്യായപ്രമാണത്തിൽ ഉള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. സ്തോത്രം. ഒരാൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ വചനവുമായി ആ തിരുസലിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കണം ഞങ്ങളുടെ കണ്ണുകളെ കർത്താവെ അവിടെ തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസന്മാർ, സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയോളം കർത്താവ് ഞങ്ങളെ കാത്തുല്ലോ പരിപാലിച്ചുള്ളൂ. ഈ വർഷത്തിന്റെ 6 മാസം ഞങ്ങളെ വിട്ട് കടന്നു പോകുന്നു. ദൈവമായ കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു മൂലം അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. കെട്ടിയ വീടും നിലം പൊരുളും കണ്ടിടുമൊറ്റോറുടയവരും, കെട്ടിയ വീടും നിലം പൊരുളും ഉടയവരും, കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ തേടുമേ. കൂടുവിട്ടു നിൻ ജീവൻ പോയാ കൂടെ വരാതെ വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നമ്മെ യേശു വിളിച്ചിടുന്നു. മായ ഉലകുസമം അതു നമ്പാതെ മയക്കുന്നിന്നെ ഉലകമായ അഴകുസമം അതു നമ്പാതെ മയക്കും നിന്നെ മരണമൊരു നാൾ വന്നിടുമേ. മറക്കാതെ നിൻ രക്ഷകനെ വീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഉലകം കേട്ടു നീവാ, നിത്യജീവ നിനക്ക് കീടുമേ. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്ക് കീടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിയിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിന്നു വിളിച്ചിടുമേ. വരുവി നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവി നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം ഈ രാത്രികാലം വാഴ്ചപ്പെട്ടത് നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവദിനമായി കടന്നുവരാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന ഈ ഫേസ്ബുക്ക് പേജിനായി സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളായി തുടർമാനമായി നാം ചിന്തിച്ചു വരുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തിരിപ്പിക്കുന്നു. മലയാള പരിഭാഷകളിൽ തണുപ്പിക്കുന്നു എന്നാണ്. അതല്ല അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ പരിഭാഷ. തിരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ബിക്കോസ് ദ ലോ ഓഫ് ദ ലോർഡ് ഈസ് പെർഫെക്റ്റ്, ദസ് കൺവേർട്ടിംഗ് ദ സോൾ. ആത്മാക്കളെ തിരിപ്പിക്കുന്നു എന്നുള്ളത്. കൺവേർട്ട് ക്രിസ്ത്യൻ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ദിവസങ്ങൾ ഈ നാളുകളിലും അങ്ങനെ അത് കേൾക്കാറില്ല. മുൻകാലങ്ങളിൽ അവനൊരു കൺവേർട്ടർ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ പാൽപ്പൊടിക്കോ ചോളത്തിനോ ആടിനോ
സാമ്പത്തികമായ മെച്ചത്തിനോ മറ്റെന്തിനെങ്കിലും വേണ്ടി ക്രിസ്തു മതത്തിൽ ചേർന്നവരെയാണ് കൺവർഷൻ പരിവർത്തന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിരുന്നത് മൊത്തത്തിൽ. എന്നാൽ ശരിയായ പരിവർത്തനം എന്നതായ ആളുകൾ ദൈവവചനത്താൽ പരിവർത്തനം വന്നവരാണ്, രൂപാന്തരം വന്നവരാണ്. അതാണ് ശരിയായ കൺവേർട്ടഡ് ക്രിസ്ത്യൻ. അത് ക്രിസ്തു മതത്തിൽ വന്നതല്ല, ക്രിസ്തു മാർഗമത്തിൽ വന്നത്. ക്രിസ്തു ഒരു മതം ഈ ഭൂമി സ്ഥാപിച്ചിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, മറിച്ചൊരു മാർഗം പറഞ്ഞു. ആ മാർഗം ഇതാണ്: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും മോക്ഷം പ്രാപിക്കുന്നില്ല. വഴി അറിയാതെ അലഞ്ഞ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. നമ്മുടെ സംസ്കാരം, ആർഷഭാര സംസ്കാരത്തിൽ തന്നെ സാധാരണ കേൾക്കുന്നതായ ഒരു ചൊല്ലുണ്ട്. അതാണ് തമസോമ ജ്യോതിർഗമയ, അസതോമ സദ്ഗമയ, മൃത്യോർമ അമൃതം ഗമയ എന്ന് സത്യാന്വേഷികളായി ദീപ്തിക്ക് വേണ്ടി, ദീപത്തിന് വേണ്ടി, വെളിച്ചത്തിന് വേണ്ടി ആകുന്ന, അതുപോലെ തന്നെ മരണത്തിന് പകർന്ന അമൃതം, മരണത്തെ ജയിക്കുന്നതിന് വേണ്ടി അലഞ്ഞ ഭാരത മഹർഷിമാർ ചൊല്ലിയ പാട്ടാണ് ഈ ആദ്യമായി ഞാൻ നേരത്തെ പാടിയത്. തമസോമ ജ്യോതിർഗം, ഞങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് ഞങ്ങളെ സത്യത്തിലേക്കും, മൃത്യൂർമ അമൃതം ഗമയ, മൃത്യുവിൽ നിന്ന് സ്ഥിരമായി ചിരഞ്ജീവിയായിരിക്കാൻ തക്കണം ഞങ്ങൾക്ക് അമൃത് തരണമേ എന്ന്, അത് ലഭിക്കണമേ എന്ന് ഭാരത മഹർഷിമാർ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് നാം കേട്ടിട്ടുള്ളത്. അന്നവർ പാടിയ, പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വാചകങ്ങൾക്കും ശ്ലോകങ്ങൾക്കുള്ള മറുപടിയാണ് കാലത്തിന് തികവെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു, അവതരിച്ച യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, എന്നിൽ കൂടി പോകുന്നവർ മോക്ഷം പ്രാപിക്കും. ഞാൻ മരണത്തെ ജയിച്ചവനാണ്, എന്നിൽ വിശ്വസിക്കുന്നതിന് മരണമില്ല. ഞാൻ വെളിച്ചമായിരിക്കുന്ന പോലെ എന്നെ പിൻപറ്റുന്നവരും വെളിച്ചമായിരിക്കും, ഇരുള് അവൽ അശേഷം ഉണ്ടായിരിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ ദൈവവചനത്തിൽ നിന്നാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ തപ്പടിയാൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. ബാക്കി ഈ ഭൂമിയിലുള്ള ഒന്നും തികവുള്ളതല്ല, പൂർണ്ണമല്ല, പെർഫെക്റ്റ് അല്ല. ഏതൊന്നും വാഹനമായാൽ പെർഫെക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികളൊക്കെ മുന്തിയ കാറുകൾ പിന്നെ വാങ്ങുന്നത്. കാരണം ആദ്യം 6 മാസം മുമ്പ് വാങ്ങിയ കാറിൽ അദ്ദേഹം സംതൃപ്തനല്ല. അദ്ദേഹത്തിന്റെ മാത്രമല്ല, മനുഷ്യരുടെ മൊത്തം. കഴിഞ്ഞ ദിവസങ്ങൾ വാങ്ങിയ ഫോൺ ഉപയോഗിക്കാൻ ഇപ്പം താല്പര്യം, കാരണം പുതിയ വേർഷൻ വന്നു കഴിഞ്ഞു. ഭക്ഷണരീതി, വസ്ത്രരീതി, എല്ലാത്തിനും അടിമുടി വ്യത്യാസം, എല്ലാത്തിനും വ്യത്യാസം വന്നു നോക്കും. അതെല്ലാം പൂർണ്ണമാണെങ്കിൽ അത് ഒന്നിൽ മാത്രം നിന്നേനെ. ബിക്കോസ് അത് പൂർണ്ണമല്ലാത്തതുകൊണ്ടാണ് ഒരു പൂർണ്ണതയിലേക്ക് മനുഷ്യൻ വ്യഗ്രതയോടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യത്തിൽ ഈ ഭൂമിയിൽ പൂർണ്ണതയുള്ളത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ആണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദ ലോ ഓഫ് ദ ലോർഡ് ഈസ് പെർഫെക്റ്റ്, അത് പൂർണ്ണമാണ്. പിന്നീട് മനുഷ്യജീവിതത്തിൽ പൂർണ്ണതയുള്ള ഒന്നുണ്ടെന്നുള്ളത് 24 hours, 24 മണിക്കൂർ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. രാവും പകലും, ചില ഭൂഖണ്ഡങ്ങളിൽ രാവും പകലും വ്യത്യാസമുണ്ട്, പക്ഷെ സമയം 24 മണിക്കൂർ തന്നെയാണ്. ശ്വസനം, മനുഷ്യജാതിക്ക് മുഴുവൻ ഓക്സിജനേ ഉള്ളൂ ശ്വസിക്കുവാൻ. മത്സ്യങ്ങൾക്കാണെങ്കിൽ വെള്ളത്തിലെ ഓക്സിജൻ. അതുപോലെ മനുഷ്യർക്കെല്ലാം, സ്ത്രീകൾ പ്രസവിക്കുന്നു, മൃഗങ്ങൾ, അങ്ങനെ അത്തരത്തിൽ എല്ലാം പൊതു തത്വത്തിൽ ഒരിക്കൽ ദൈവം വെച്ചിരിക്കുന്ന, അതിന് പ്രകൃതി നിയമം എന്ന് ഒരു പേര് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിയമമാണ്. അതെല്ലാം ഒരുപോലെ തന്നെയാണ്, അതിന് യാതൊരു വ്യത്യാസവും വെച്ചിട്ടില്ല. അപ്പോൾ എന്നാൽ ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ വെറുതെ പറ്റുക. കാരണം നമ്മുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഒന്ന്, ഇതിനൊരു പ്രാർത്ഥന ആവശ്യമാണ്. 119 സങ്കീർത്തനം 18 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും. 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും നടുവിലുള്ള പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. അത് പദ്യമാണ്, ഗദ്യമല്ല. അതുകൊണ്ട് ഇത് അധ്യായങ്ങൾ എന്നല്ല പറയുന്നത്, മറിച്ച് പദ്യമായതുകൊണ്ട് അത് വെച്ച് പറയത്തുള്ളൂ. 119 സങ്കീർത്തനമാണ്. അതിന്റെ 18 വാക്യത്തിൽ
ഒരു പ്രാർത്ഥനയാണ്. അവിടെ പറഞ്ഞു, അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണം. അപ്പം കണ്ണുകൾ തുറന്നു കിട്ടിയെങ്കിൽ മാത്രമേ ഇതിനകത്തെ അത്ഭുതങ്ങൾ കാണുവാൻ തക്കോണം കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ സമുദ്രതീരത്ത് ചെന്ന് നിൽക്കുന്ന ഒരാളെ പോലെയാകും. സമുദ്രത്തിന്റെ തീരത്ത് നിൽക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്നത് അനന്ത വിശാലമായി കിടക്കുന്ന സമുദ്രപ്പരപ്പ്, തിരമാലകൾ. ആ തിരമാലകൾ തീരത്ത് നിൽക്കുന്ന ഒരാളുടെ കാല് നനച്ചെത്തുന്ന പാത ആ തിരമാല കരയ്ക്കടിഞ്ഞു കയറുന്നു. ഇത്രയും മാത്രമേ ഒരു കാഴ്ച ലഭിക്കത്തുള്ളൂ. എന്നാൽ ഒരു വാഹനത്തിൽ, ജലവാഹനത്തിൽ ജലത്തിലേക്ക്, കടലിലേക്ക് ഇറങ്ങിച്ചെന്നാലോ, ഇന്നുള്ള ബോട്ടുകളിൽ അത്യന്താധുനിക GPS സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് മീൻകൂട്ടങ്ങൾ എവിടെയുണ്ടെന്ന് GPS കാണിച്ചു തരും. അപ്പോൾ സമുദ്രത്തിന്റെ ആഴമനുസരിച്ച് അതിനുള്ളിലുള്ളതായ ലഭ്യമാകുന്നതിനെല്ലാം വ്യത്യസ്തയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലാണ് തോന്നുന്നു കണ്ടത്, ഭയങ്കര ഒരു ജലജീവി, അത് ചത്ത് കരയ്ക്കടിഞ്ഞിരിക്കുകയാണ്. വളരെ വിശേഷപ്പെട്ട മാംസമാണ് അതിൻ്റെ. അതുകൊണ്ട് ഒരു കിലോയ്ക്ക് തന്നെ 18,000 20,000 ഒക്കെ ഡോളറോ രൂപയോ വിലയുള്ളതാണ്. അത് സാധാരണ സ്ഥലത്തൊന്നും കാണുകയില്ല. ഭീമാകാരമായൊരു ജീവി, അന്യഗ്രഹ ജീവിയെപ്പോലെന്നൊക്കെ അവർ പറഞ്ഞത്. പക്ഷെ പിന്നത്തേതിൽ അവർ പരിശോധിച്ചപ്പോൾ സമുദ്രശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് അതൊരു ജലജീവിയാണ്, ഒരു മത്സ്യത്തെ പോലെ ജീവിയാണ്. വലിയ വിലയാണ്, മുന്തിയ ഇറച്ചിയാണ്, സ്വാദിഷ്ടമായ രുചികരമായ മാംസമാണ് ഇതിൻ്റെ. സമുദ്രത്തിന്റെ ഏറ്റവും അഗാധതയിലാണിത് കാണുന്നത്. വളരെ സാഹസികമായി മാത്രമേ അതിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന് വിലയും കൂടുതൽ. നോക്കൂ, കരയ്ക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഇതൊന്നും കാണാനൊക്കത്തില്ല. സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ ചിപ്പിയും അതുപോലുള്ള എല്ലാ വിശിഷ്ടമായ വിലയേറിയ സാധനങ്ങളും ധാതുക്കളും ഒക്കെ കടലിൽ ലഭിക്കുന്നത് പോലെ ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുതങ്ങളെ, അകത്തുള്ളതായ ആന്തരിക മർമ്മങ്ങളെ മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടണം. സ്റ്റാർട്ട്. അപ്പോൾ കണ്ണ് തുറക്കാൻ വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിലോ ഇത് കണ്ണടച്ചിരിക്കുകയാണ്. നമുക്ക് വായിക്കാം. പുസ്തകത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കുവാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ്. സ്റ്റോപ്പ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാമത്തെ വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ നോക്ക, ദൈവത്തിന്റെ പ്രതിമയായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. അപ്പം പ്രതിമ അല്ലെങ്കിൽ നേർ സാദൃശ്യമായ ദൈവത്തിന്റെ പ്രതിമ ഈ ഭൂമിയിലെ കല്ലുകൊണ്ടോ മരം കൊണ്ടോ സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഇതര കൊണ്ടോ തീർക്കാവുന്ന ഒരു കാര്യമല്ല. കൈപ്പണിയാണ്, മനുഷ്യനുണ്ടാക്കിയതാണ്. അതൊരിക്കലും ദൈവത്തിന്റെ പ്രതിമയാകുന്നില്ല. എന്നാൽ സാരാംശത്തിൽ ഒരുവനും തൃത്വത്തിൽ മൂന്നാമനുമായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവം ആരെന്ന് കാണിച്ചു തരുവാൻ തൊക്കണം ഈ താണ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ആ വന്ന കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശം. ഈ സുവിശേഷത്തിന് ഒരു തേജസ്സുണ്ട്, ഇതിനൊരു മഹിമയുണ്ട്. സാധാരണ നാം കേൾക്കുന്നത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇവർ 4 പേരാണ് സുവിശേഷം എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് കർത്താവിന്റെ ജീവചരിത്രമാണ്. അപ്പോസ്തലനായ പൗലോസ്, യൂദ, യാക്കോബ്, പത്രോസ്, ഇതര ആളുകൾ, പൗലോസ്, ഇതുവരൊക്കെ യേശുവിന്റെ സുവിശേഷം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ സുവിശേഷം ഓരോരുത്തരിലും ശോഭിക്കണമെങ്കിൽ, അത് വെളിപ്പെട്ട് വരണമെങ്കിൽ, അത് പ്രയോജനപ്പെടണമെങ്കിൽ എന്ത് സാധിക്കണം? കണ്ണ് തുറക്കണം. കണ്ണ് തുറക്കണമെങ്കിൽ കണ്ണടഞ്ഞിരിക്കുകയാണ്. ആരാ കണ്ണടച്ചിരിക്കുന്നത്? അവിടെ ഇങ്ങനെ കാണുന്നത്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കുരുടാക്കി. അവിശ്വാസി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, അതെങ്ങനെ പറയാൻ സാധിക്കും? ഞങ്ങളും ക്രിസ്തുവിലല്ലേ വിശ്വസിക്കുന്നത്, ഞങ്ങളും ദൈവവിശ്വാസികളല്ലേ എന്ന് പറയുകയും അവകാശപ്പെടുന്ന ഒരു സമൂഹത്തിന് നടുവിലാണ് ഞാനും ആയിരിക്കുന്നത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന അവിശ്വാസി എന്ന് പറഞ്ഞത് നമ്മിൽ വെളിപ്പെടുവാനുള്ള യേശുവിന്റെ
വിശ്വാസം, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വെളിപ്പെടാതെ ഇരിക്കുന്ന ഏതൊരാളും അവിശ്വാസിയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണ്, യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു, യേശു ക്രിസ്തു ഒഴികെ വേറൊരു മധ്യസ്ഥനില്ല, കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഇനി എത്രയും വേഗം തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഭൂമിയിലേക്ക് മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവർ. ഒരുപക്ഷെ എപ്പോഴും ചിലർ അവകാശപ്പെട്ടേക്കാൻ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പക്ഷെ ശരിയായിരിക്കാം, അങ്ങനെ വിശ്വസിക്കുമ്പോഴും പുണ്യവാന്മാരുടെയും വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും രൂപങ്ങളും പടങ്ങളും വിഗ്രഹങ്ങളും വെച്ച് പൂജിക്കുകയും അതിനെപ്പോഴും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ക്രിസ്തീയ അല്ലെങ്കിൽ യേശു ക്രിസ്തുവുള്ള വിശ്വാസത്താലല്ല. അത് മാനുഷികമായ കൽപ്പനകൾ, മാനുഷികമായ പഠിപ്പിക്കലുകൾ, പഠിച്ച് മനഃപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനകളാൽ ഉള്ള പാട്ട് പ്രാർത്ഥനയൊക്കെയാണ്. അതല്ല യേശു ക്രിസ്തുവുള്ള വിശ്വാസം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്വം. അപ്പോൾ പിന്നെ അതിനകത്ത് ഔസേപ്പ് പുണ്യവാളിന് റോളൊന്നുമില്ല. കന്യാമറിയാം, ഇപ്പോഴും കന്യാമറിയ എന്നാ പറഞ്ഞത്, പക്ഷേ മറിയ കന്യകയല്ല, കന്യക ആയിരുന്നു. അപ്പോഴാണ് യേശുവിന് ജന്മം കൊടുത്തതിന് ശേഷം അവർ 4 പ്രസവിച്ചു ആൺകുഞ്ഞുങ്ങളെ. അവരുടെ പേരാണ് യാക്കോബ്, യോസെ, യൂദ, ശിമിയോൻ. 4 ആൺമക്കളും പെൺമക്കളും ഉണ്ടായിരുന്നു. 1-ലധികം പേരുണ്ട്, എത്ര പേരാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. എങ്കിലും 4 മക്കളുണ്ട്. അതിലൊരുവനായ യാക്കോബും യൂദായുമാണ് വിശുദ്ധ ലേഖനം എഴുതിയിരിക്കുന്ന യൂദായും യാക്കോബും. പക്ഷെ ഇത് ക്രൈസ്തവ മതത്തിലുള്ളവർ സമ്മതിച്ചിരിക്കുകയില്ല. കാരണം അവർക്ക് ഇപ്പോഴും മറിയെ കന്യകയായി കൊണ്ടു നടക്കുവാനാണ് താല്പര്യം. അങ്ങനല്ല സത്യം. ഇപ്പോഴും മറിയ കന്യകയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ തരത്തിലുള്ള പാട്ട് പ്രാർത്ഥന രൂപക്കൂടും അതിന്റെ കൊന്തയും നൊവേനയും ഒക്കെയായി ഇരിക്കുന്നുവെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിന്റെ വിശ്വാസത്തിലായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതിൽ കൂടെ മാത്രം പറയാൻ പറ്റും. ഇതാരെയും പ്രകോപിപ്പിക്കുവാനും ചൊടിപ്പിക്കുവാനല്ല പ്രിയമുള്ളവരെ. അതാണ് എന്റെ സത്യം. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ വിശ്വാസം വെളിപ്പെടാതെ വണ്ണം, തേജസ്സിന് സുവിശേഷം വെളിപ്പെടാതെ വണ്ണം ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. അവർ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ അവിശ്വാസികളാണ്. അതുകൊണ്ടാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത്, പുണ്യവാന്മാരോടും പുണ്യവതികളോടും പ്രാർത്ഥിക്കുന്നത്, ചില പ്രത്യേക ദിനങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നത്. സ്വർഗാരോഹണ തിരുനാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ, ക്രിസ്തുമസ്, ഈസ്റ്റർ, പെസഹ എന്നിത്യാദി കാര്യങ്ങൾ വെച്ച് ആ ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും യാചനയും നടത്തുകയും ചെയ്യുന്നെങ്കിൽ ഓർത്തോണം, ഈ പറയപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവിശ്വാസിയുടെ ഗണത്തിലാണ്. അത് തിരുമേനിയായാലും ഐമേനിയായാലും ശുശ്രൂഷക്കാരനായാലും കപ്പ്യാരായാലും ഷമ്മാശൻ തുടങ്ങി മേൽപ്പട്ടക്കാരൻ വരെ ആയാലും മറിയയിലൂടെ, പുണ്യവാന്മാരുടെ പുണ്യവതിയിലൂടെ, തോമാസ് ലീഹയിലൂടെ അങ്ങനെ ഉള്ള യാതനയും പ്രാർത്ഥനയും ലുത്തുനിയായും കൗമായും തെക്സോയും വെച്ചുള്ളതായ ആരാധനാ രീതികളിലൂടെയാണെങ്കിൽ നിശ്ചയമായി ഈ വിശുദ്ധ വേദപുസ്തകം പറയുന്നു അവിശ്വാസികളുടെ ഗണത്തിലാണ്. കണ്ണ് തുറന്നിട്ടില്ല. കണ്ണ് തുറന്നിരുന്നുവെങ്കിൽ മരിച്ചവരോട് പ്രാർത്ഥിക്കത്തില്ല, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. കാരണം സത്യം മനസ്സിലായി. പിന്നെ ഇതിനാ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? കാരണം ഈസ് ഗോൺ, പോയി കഴിഞ്ഞു. ഇനി അവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചാൽ ഒരു കാര്യവുമില്ലെന്ന് ഈ പുസ്തകത്തിലെ വിശ്വസിക്കുന്ന ഒരാൾ അതിനുവേണ്ടി സമയം മെനക്കെടുത്തില്ല. സ്തോത്രം. ഞങ്ങൾ തൃശ്ശൂരായിരുന്ന സമയത്ത് ഞങ്ങൾ ആയിരുന്ന കൂട്ടായ്മയിലേക്ക്, ദൈവസഭയിലേക്ക് ബേബി എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിന്റെ സ്നേഹിതനായി ജോസ് എന്നൊരാളെ കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം അന്ന് തന്റെ പിതാവിന്റെ 1-ാം ചരമവാർഷികത്തിന് ചരമദിനത്തിന് ഉള്ള കുർബാനയ്ക്ക് വേണ്ടി ആളുകളെ കൂട്ടുവാൻ വേണ്ടി കാർഡടിച്ച് ബന്ധുഭവനങ്ങളിലും വേണ്ടപ്പെട്ട അവരുടെ സ്നേഹിതരുടെയൊക്കെ ഭവനങ്ങളിൽ കാർഡ് കൊടുത്ത് ക്ഷണിക്കാൻ പോകുമ്പോഴാണ് ഞങ്ങളുടെ സ്നേഹിതനായ ബേബി എന്ന് പറഞ്ഞ ആ സഹോദരൻ ജോസ് ബ്രദറിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്.
അദ്ദേഹം പറഞ്ഞു എന്റെ സ്നേഹിതനാണ്. ഞങ്ങൾ സുവിശേഷം പറഞ്ഞ് സംസാരിച്ചു വന്ന ശേഷം അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചു. ആ പ്രിയപ്പെട്ട തലയിലേക്ക് കരങ്ങൾ വെക്കുക, എടുത്തടിച്ചതുപോലെ ജോസഫ് നിലത്ത് വീണു. അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ എന്തെന്നറിയാം, എന്നിനെ എന്തോ വിട്ടുപോയത് പോലെ തോന്നുന്നു. പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹോദരൻ പോയ വഴിക്ക് അദ്ദേഹത്തിന്റെ പിതാവിന്റെ തുടർന്നുള്ള ദിവസത്തിലെ ആ ഓർമ്മ കുർബാനയുടെ പേപ്പർ കൊടുക്കാൻ പോയ ആളോട് ഞാൻ ഇനി ഇത് കൊടുക്കണ്ടെന്നും ഇത് ശരിയല്ലെന്നും എന്നൊന്നും പറയാൻ നിന്നില്ല. കാരണം അതിന് സമയമില്ലായിരുന്നു, അതിനുള്ള സാഹചര്യം അപ്പോഴില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ ആ സ്നേഹിതൻ, ആ പ്രിയ സഹോദരൻ ജോസ്, ഇന്ന് അദ്ദേഹം സുവിശേഷകനാണ്. പോകുന്ന വഴിക്ക് തന്റെ അകത്ത് മനസ്സിലായി, തന്നെ ഇന്ന് വിട്ടുപോയ പാരമ്പര്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെയും ശക്തി തന്നിൽ വിട്ടുപോയി. സുവിശേഷത്താൽ, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി തേജസ്സുള്ള സുവിശേഷം തന്റെ കണ്ണുകൾ തുറന്നു കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായത്, എന്റെ പിതാവ് മരിച്ച് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഇനി നാളെ എന്നല്ല, എല്ലാ വർഷങ്ങളും എത്ര നാൾ അദ്ദേഹത്തിന് വേണ്ടി കുർബാന ചൊല്ലിയാലും ഇന്ന് എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകാനായിട്ട് ആർക്കും സാധ്യമാകുകയില്ല. അദ്ദേഹം സ്വർഗത്തിലെത്തിയെങ്കിൽ ഇനി ഒരു കുർബാനയുടെ ആവശ്യമില്ല. ഇനി അഥവാ നരകത്തിലാണെങ്കിൽ അതിനുവേണ്ടി ഇനി എന്ത് ചെയ്താലും കാര്യമില്ലെന്ന് ബോധ്യമായിട്ട് ആ കയ്യിലിരുന്ന് മിച്ചം വരുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ സകല കാർഡും കീറിക്കളഞ്ഞേച്ച് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് തന്റെ അമ്മയോടും തന്റെ സഹോദരിമാരോടും പറഞ്ഞു, നമ്മുടെ പിതാവിന്റെ ഗതി ഇപ്പോഴെന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും നാളെ നടക്കുന്ന ഈ കുർബാനയിൽ നമ്മുടെ അപ്പനെ മുകളിലേക്ക് കയറ്റിവിടാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പൊ പറഞ്ഞു വന്നപ്പോൾ അവര് ചോദിച്ചു, നീ എന്നെ പെന്തക്കോസ്തായി പോയെന്ന് ചോദിച്ചു. അവർ പെന്തക്കോസ്തായി പോയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇന്നൊരാളെ കണ്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിൽ പിന്നെ കിട്ടിയ വെളിപ്പാടാണ്, കാര്യമാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അപ്പനെയും അമ്മയും മരിച്ചവരെ ഓർക്കുകയെന്നുള്ളതല്ല. എന്റെ പിതാവ് മരിച്ചിട്ട് 27 വർഷമാകും. എന്റെ പിതാവിനെ ഞാൻ ഓർക്കാറില്ല എന്നല്ല, പക്ഷേ അതിനുവേണ്ടി ഓർമ്മ കുർബാന ഞാൻ ചൊല്ലാറില്ല. ആ ഓർമ്മ വെച്ച് എന്റെ പിതാവിന്റെ പടത്തിന് മുമ്പിൽ മെഴുകുതിരി കത്തിക്കുകയും അടക്കിയ കുഴിമാടത്തിന്റെ അടുത്ത് പോയി ധൂപപ്രാർത്ഥന നടത്തി പൂക്കൾ വയ്ക്കാറില്ല. എന്റെ പിതാവ് ലോകത്ത് മാറ്റപ്പെട്ടു. ആ ധന്യമായ ദീപ്തമായ ആ ഓർമ്മകൾ പലപ്പോഴും എന്നിലേക്ക് കടന്നു വരാം. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണം കിട്ടിയവർക്ക്, കണ്ണ് തുറന്നു കിട്ടിയവർക്ക് അവർ അവിശ്വാസികളുടെ ഗണത്തിൽ നിന്ന് മാറി വിശ്വാസികളുടെ ഗണത്തിലേക്ക് മാറും. സ്തോത്രം. അതാരാ ചെയ്യുന്നത്? ഈ ലോകത്തിന്റെ ദൈവം. ഈ ലോകത്തിന്റെ ദൈവം കണ്ണ് കുരുടാക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് കാഴ്ചയില്ലാതായി എന്നല്ല എന്നർത്ഥം. പുറമേയുള്ള കണ്ണല്ല, നമ്മുടെ ശരീരത്തിലെ കണ്ണ് കുരുടായി എന്നല്ല, അകത്തെ കണ്ണ് കുരുടായി. ഈ കണ്ണ് കുരുടാക്കുന്ന വഴിയെക്കുറിച്ച് നമുക്ക് സുവിശേഷം കാണാൻ സാധിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലെത്തി. ഭൂമിയിൽ വന്ന കർത്താവിനെ പിശാച് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ താഴേക്ക് ചാടുക. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം. തേജസ്സിനെ കാണാതെ വണ്ണം കുരുടാക്കുന്ന അനുഭവം. മത്തായിയുടെ സുവിശേഷം അല്ലേ? മത്തായിയുടെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം. ആദ്യമായിട്ട് പിശാച് 4-ാം അധ്യായത്തിനകത്ത് കർത്താവ് 40 ദിവസം ഉപവസിപ്പാനിടയായി. ആ ഉപവാസത്തിന് ശേഷം കർത്താവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന് കർത്താവിന്റെ അടുക്ക നിൽക്കുകയാണ്, കല്ല് അപ്പമാക്കിക്കൊള്ളാൻ. കർത്താവിന്റെ പക്കലേക്ക് ചില കല്ലുകൾ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് അപ്പമാക്കാൻ. നമുക്ക് വിശക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും. പിശാച് ഈ ഭൂമിയിലെ തന്നെ സാധനം കൊണ്ട് കാണിച്ചിട്ട് പറയുകയാണ്, നിന്റെ വിശപ്പിന് ഇപ്പോൾ ഈ കല്ലിനെ നിനക്ക് അപ്പമാക്കാൻ കഴിയുമല്ലോ. ശരിക്കും കല്ല് തന്നെയാണ് നമ്മുടെ അപ്പം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ വിളയുന്നതാണ് നാം കഴിക്കുന്നതല്ല, സസ്യാഹാരം മുഴുവൻ. ഇനി കോഴിയാകട്ടെ മറ്റു മൃഗങ്ങളാകട്ടെ ഈ ഭൂമിയിലെ സസ്യം കഴിച്ചിട്ടാണ് അത് മാംസാഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ തത്വത്തിൽ മനുഷ്യരെല്ലാം കല്ലുമണ്ണും തന്നെയാണ് കഴിക്കുന്നത്. ഭൂമിക്കടിയിലെ ചേനയും മരിച്ചിനിയും കപ്പയും ഭൂമിയിൽ നിന്ന് വിളഞ്ഞു വരുന്നതായ മരങ്ങളിൽ ലഭിക്കുന്ന ചക്കയും മാങ്ങയും നാളികേരവും ഒക്കെ മനുഷ്യൻ ഉപയോഗിക്കുന്നത് മണ്ണിൽ നിന്ന് വിളയുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ പിശാച് കല്ലുകൾ
കയ്യിലെടുത്ത് നിന്ന് പറയുകയാണ്, വിശക്കുന്നുണ്ടല്ലേ, ഈ കല്ല് അപ്പമാക്കാൻ പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായി എന്ന് പറയുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. യുക്തിപൂർവം ലോകപ്രകാരം യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്ന പിശാച് യുക്തിയും ലോകവും വെച്ച് ഉപദേശിച്ചപ്പോൾ കർത്താവ് അതിനെ പ്രമാണം വെച്ച്, ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണ വാക്യം വെച്ച് തിരിച്ച് സംസാരിച്ചപ്പോൾ പിശാച് അടവ് മാറ്റി. അടുത്ത് നമ്മൾ കാണുന്നത് പിശാച് കർത്താവിനെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അല്ല, ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, താഴത്തോട്ട് ചാടുക. പറഞ്ഞതാണ്, നീ ദൈവപുത്രനാണോ? ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ, താഴേക്ക് ചാടുക. എന്നിട്ട് ഒരു ക്ലോസ് കൂടെ പറഞ്ഞു, പേടിക്കണ്ട, താഴോട്ട് ചാടിക്കൂ. നീ ചാടിയാൽ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുള്ളൂ, കാല് കല്ലിൽ തട്ടിപ്പോകാതെ വേണം. ഒരു സ്മൂത്ത് ജമ്പിങ്, നോട്ട് ജമ്പിങ്, ലാൻഡിങ്. നല്ല ഒരു ലാൻഡിങ് നിനക്ക് ലഭിക്കും. കാരണം എന്താ? ഇപ്പം ആകാശം ഒന്ന് ചാടുന്നത് ഒരു പാരച്യൂട്ടിലാണ് ചാടുന്നത്, നല്ല ഒരു ലാൻഡിങ്ങിന് വേണ്ടി. അതും താഴെ വീണ് ഉരുളുകയും ഒക്കെ ചെയ്യണം. എന്നാൽ ഇവിടെ പറയണം, ദൂതന്മാർ നിന്നെ കയ്യിൽ താങ്ങി നിലത്തോട്ട് കൊണ്ടുപോയിക്കോളും, ചാടിക്കോളാനാ പറഞ്ഞേ. കാരണം അല്പം മുമ്പ് യേശു വചനം വെച്ച്, ന്യായപ്രമാണത്തിലെ വചനം വെച്ച് പിശാചിനോട് സംസാരിച്ചപ്പോൾ, നോട്ട് തർക്കിച്ചിട്ടില്ല കേട്ടോ, സംസാരിച്ചു. ഉടനെ പിശാചും തർക്കിക്കുകയല്ല, ന്യായപ്രമാണത്തിലെ വചനം തന്നെ വെച്ചിട്ട് 91 സങ്കീർത്തനത്തിലെ വാക്യം വെച്ച് പിശാച് പറയുകയാണ്, നിന്റെ കാല് തട്ടാതെ ദൂതൻ കാക്കുമെന്നാണല്ലോ വചനം, അതുകൊണ്ട് ചാടിക്കോളാൻ പറയും. കർത്താവ് അതിനെ പറഞ്ഞിങ്ങനെയാണ്, പിശാചെ കാര്യം ശരിയാണ്, എന്ത് ചെയ്യരുത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ഇങ്ങനെ വചനമുണ്ടല്ലോ എന്ന് പറഞ്ഞ് വല്ല മരത്തേൽ കയറിയിട്ട് വലിയ ഉയരമുള്ള പർവ്വതത്തിൽ കയറി താഴേക്ക് ചാടിയാൽ ദൂതന്മാരെ പിടിച്ചോളാൻ പറഞ്ഞാൽ ഒരു ദൂതനും പിടിക്കുകയില്ല. എന്നെ പിടിക്കുമോ, ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാടുന്ന ഒരുവനെയും ഒരുത്തിയെയും ദൂതൻ പിടിക്കത്തില്ല. കാരണം അത് ദൈവത്തെ പരീക്ഷിക്കുകയാണ്. അങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിച്ച അപകടങ്ങളെക്കുറിച്ച് നമ്മൾ പത്രദ്വാര മീഡിയയിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ പരീക്ഷിക്കാതെ, നീ അറിയാത്ത സമയത്ത് നിന്നെ ആരെങ്കിലും മറ്റൊരാൾ തള്ളിയിട്ടാൽ, പോകുന്ന വഴിയിൽ നീ കാല് വഴി താഴേക്ക് പതിച്ചാൽ, കല്ല് തട്ടാതെ വണ്ണം ദൈവം തന്റെ ദൂതനെ അയച്ചു എന്നെ നിങ്ങളെ കാക്കും. സ്തോത്രം. ഞങ്ങളുടെ പലപ്പോഴുള്ള അനുഭവം എന്താണ്? എന്നാൽ ദൈവം സൂക്ഷിക്കുമെന്നറിയാം, ദൈവം പരിപാലിക്കുമോ, ദൂതൻ വന്ന് പിടിച്ചോളുമോ എന്ന് പറഞ്ഞ് അത് പരീക്ഷിക്കാൻ വേണ്ടി ചാടിയാൽ ദൂതൻ രക്ഷിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, മരണകരമായി എന്ത് കഴിച്ചാൽ നിനക്ക് ഹാനി വരികയില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ എന്നാ മരിക്കുമെന്നറിയാൻ വേണ്ടി ഏതെങ്കിലും വിഷം കൂടിയതോ കാഠിന്യം കൂടിയതോ കുറഞ്ഞതായ വിഷം കഴിച്ചാൽ മരിക്കുകയില്ലെന്നൊന്നും ഉറപ്പില്ല കേട്ടോ. എന്നാൽ അറിഞ്ഞുകൊണ്ട് തന്നെ, അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ വിഷം കൊടുത്തത് വിഷമാണെന്ന് അറിഞ്ഞ് കഴിച്ചവർ മരിക്കാതെ ഉള്ളത് ഒത്തിരി പേരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അതുപോലാണ് തീയിലേക്ക് എടുത്തിട്ട അസരിയാവ്, മീശായേൽ, ഹനന്യാവ് എന്ന ചെറുപ്പക്കാർക്കും അവർ ദൈവത്തെ പരീക്ഷിക്കാന്നല്ല ചാടിയത്. അവരെ എടുത്തിട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കർത്താവ് പറയുകയാണ്, പരീക്ഷിക്കാനല്ലാതെ വീണാൽ തമ്പുരാൻ സൂക്ഷിച്ചോളൂ, പക്ഷെ പരീക്ഷിക്കാൻ ചാടിയാൽ ദൈവം സൂക്ഷിക്കത്തില്ല. അവിടെയും പിശാച് തോറ്റുപോയി. അടുത്തത് പറഞ്ഞത്, ഈ കാണുന്നതെല്ലാം സകല രാജ്യങ്ങളെയും, ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവരോട് പറഞ്ഞു. നോക്കുക, ഇന്ന് ലോകത്ത് പിശാച് കാണിക്കുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ് കർത്താവിനെ കാണാൻ കഴിയാത്തത്? അനേകർക്ക് യേശുവിനെ കാണാൻ കഴിയാത്തത് ഈ ലോകത്തിന്റെ മഹത്വം കാണുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിന്റെ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് അവർക്ക് കർത്താവിനെ കാണാൻ കഴിയാതെ പോകുന്നത്. കർത്താവിനെ കാണുന്നവർ ഈ ലോകത്തിന്റെ മഹത്വത്തെ കാണുകയില്ല. സാധാരണ ഞാൻ ഫേസ്ബുക്കിലൂടെ ശുശ്രൂഷിക്കുന്ന, സംസാരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. എൻ്റെ എക്സറോസ് മിനിസ്ട്രിയിലാണ് ഈ ദിവസങ്ങളിൽ ഞാനതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, മാറി എന്നുള്ളതല്ല. അതിൽ ദാനിയേലിന്റെ പ്രവചന പുസ്തകം പഠിപ്പിക്കുന്നത്. അതിനകത്ത് 2 പേര് വ്യത്യസ്തമായ സ്വപ്നം കണ്ടു. ഒന്ന് വായിച്ച ഭാഗത്തേക്ക് പോകുന്നില്ല, പറഞ്ഞു മാത്രം പോകാം. ഒന്ന്
നെബൂഖദ്നേസർ എന്ന രാജാവ് തനിക്ക് ഈ ശേഷം ഈ ലോകത്തിൽ എന്ത് ഭവിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ദൈവം ഒരു കാഴ്ച കൊടുത്തു. അത് ഈ ലോക മനുഷ്യനാണ്. അദ്ദേഹം കണ്ടതിങ്ങനെയാണ്, വലിയൊരു വിഗ്രഹം, ബിംബം, ഭീമാകാരനായൊരു ബിംബം. എൻ്റെ തല എന്നുള്ള താനി തങ്കം കൊണ്ട് പ്രശോഭിക്കുന്ന സൂര്യപ്രകാശ തിളങ്ങുന്ന ഒരു തലയാണ് കണ്ടത്. താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് അത് കൈയാണ്. അത് കണ്ടത് വെള്ളി കൊണ്ടാണ്. കൈയും നെഞ്ചും വെള്ളി കൊണ്ട്, വയറ് താമ്രം കൊണ്ട്. അടുത്ത കാല് കാണുന്നത് ഇരുമ്പ് കൊണ്ട്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പം കാലിന്റെ പകുതി ഇരുമ്പും കളിമണ്ണും കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതായ ഒരു വിഗ്രഹം. മുകളിൽ നോക്കിയാൽ ഏറ്റവും നയനമോഹനമാണ്, മനോഹരമാണ്. എന്നാൽ താഴേക്ക് വരുംതോറും ബലം കുറഞ്ഞതും വില കുറഞ്ഞതുമായ ലോഹങ്ങൾ കൊണ്ടാണ് അതിന്റെ നിർമ്മിതി. എന്നിട്ട് അതിന്റെ വിശദീകരണം കിട്ടി. ദാനിയേൽ എന്ന് പറഞ്ഞ ദൈവപുരുഷൻ അതിന്റെ വിശദീകരണം കൊടുത്തത് ഇങ്ങനെയാണ്. ഒന്ന്, നെബൂഖദ്നേസറിന്റെ ബാബിലോൺ സാമ്രാജ്യം, പിന്നത്തേൽ വന്നത് മേദ്യരുടെയും പാർശ്യരുടെയും സാമ്രാജ്യം, അതിനുശേഷമായിട്ട് മാസിഡോണിയൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, അതിനുശേഷമായിട്ട് റോമൻ സാമ്രാജ്യം, ഏറ്റവും ഒടുവിൽ അഞ്ചാമത്തെ സാമ്രാജ്യം ജനായത്ത ഭരണം. ഇന്ന് കാണുന്ന ഇരുമ്പും കളിമണ്ണും കൂടെ UDF എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ധരിച്ചില്ല, LDF എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം ധരിച്ചില്ല, എല്ലാവരോടും ചേർന്നുള്ള കൂട്ട് മന്ത്രിസഭയാ, കൂട്ട് കക്ഷിയാ, ഘടകകക്ഷികളാ UDF ഉം LDF ഉം NDA എന്നൊക്കെ പറഞ്ഞാൽ. എന്ന് പറഞ്ഞതുപോലെ ഒരു UDF വേണേ പറയാം, അല്ലെങ്കിൽ ഒരു NDF അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ ഒരു NDA ആണ് ഏറ്റവും താഴെ കണ്ടത്, ഇരുമ്പും കളിമണ്ണും. അത് ലോകത്തിലെ ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യൻ ആ സ്വപ്നം കണ്ടപ്പോൾ അടുത്തത് ദൈവത്തിന്റെ പുരുഷൻ ദാനിയേൽ അതേ വിഷയത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു. നെബൂഖദ്നേസറിനെ കുറിച്ച്, മേദ്യരുടെയും പാർശ്യരുടെയും രാജാവിനെ കുറിച്ച്, മസ്ദോഡിയൻ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടറിനെ കുറിച്ച്, റോമൻ ഭരണകൂടത്തെക്കുറിച്ച് നെബൂഖദ്നേസർ കണ്ടതുപോലെ തന്നെയാണ് ദാനിയേലും കണ്ടത്. പക്ഷെ ദാനിയേൽ കണ്ടത് നയനമനോഹരമായ ഒരു രൂപമല്ലായിരുന്നു, പുരുഷ കോമളാകൃതിയിലുള്ള ഒരു വലിയ വിശേഷ ശോഭയുള്ള വിഗ്രഹത്തെയല്ല കണ്ടത്. മറിച്ച് ദാനിയേൽ കണ്ടത് സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഘോര മൃഗങ്ങളെയാണ് കണ്ടത്. ആദ്യം കണ്ടത് സിംഹത്തെ പോലൊന്ന് കയറി വന്നു, പിന്നെ കരടിയെ പോലൊന്ന് കയറി വന്നു, പിന്നെ പുലിയെ പോലൊന്ന് കയറി വന്നു. അത് കഴിഞ്ഞ് ഘോര ഭയങ്കര മൃഗം, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കാത്ത തരത്തിലുള്ളതായ ഒരു മൃഗം കയറി വന്നു. ലോകമനുഷ്യൻ ലോകത്തെ കണ്ടപ്പോൾ നന്നായി കണ്ടു. എന്നൊരു ദൈവമനുഷ്യൻ ലോകത്തെ കണ്ടപ്പോൾ സ്തോത്രം കണ്ടത് ഏറ്റവും വില കുറഞ്ഞതും ഭീകരരൂപികളായ മൃഗങ്ങളെ പോലെയാണ്. അതുതന്നെയല്ലേ ഇന്ന് നാം കാണുന്ന ലോകത്തിലെ ഭരണകൂടങ്ങളെല്ലാം അതിന്റെ താതാത്മ്യമല്ലേ? സ്തോത്രം. ഇങ്ങനെ തന്നെയാണ് കർത്താവിനെ കണ്ടെത്തിയവരും. യേശുവിനെ കാണുന്നതിന് മുമ്പ് ശൗൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗല്, പുതിയ നിയമത്തിലെ ശൗൽ എന്ന് പറഞ്ഞയാള് നിഷ്ഠൂരനും കൊലപാതകിയും തന്റേടിയും കണ്ണിച്ചോറയില്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാ ക്രൂരതയ്ക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്നവനായിരുന്നു. എന്നാൽ യേശു കർത്താവിനെ കണ്ടപ്പോൾ കാണുന്നത് തന്റെ കണ്ണിന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് താഴെപ്പോയി. അതിൽ പിന്നെ താൻ കാണുന്ന ലോകം വ്യത്യസ്തമായിട്ടാ. അദ്ദേഹത്തിന്റെ ജീവിതാവസാനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് പൗലോസ് പറയുകയാണ്, നീ വരുമ്പോൾ എന്റെ ആ പുതപ്പും ആ ചർമ്മലിഖിതങ്ങളും കുറച്ച് പുസ്തകങ്ങളുണ്ട്, അതിങ്ങി കൊണ്ടുവരാനാ. അദ്ദേഹത്തെക്കുറിച്ച് യഹൂദന്മാരുടെ പാരമ്പര്യങ്ങൾ തൽമൂദിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരു കോടീശ്വരനായിരുന്നു അത്രേ. ഒരു വലിയ കപ്പൽ മുതലാളിയുടെ മകനായിരുന്നു. അതുകൊണ്ടാണ് ഗമാലിയലിന്റെ യൂണിവേഴ്സിറ്റി വിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അങ്ങനെ വലിയൊരു കപ്പൽ മുതലാളിയുടെ പരീക്ഷനായിരുന്ന ആളുടെ മകനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി തന്റെ ജീവിതയാത്ര തുടങ്ങി മുന്നോട്ട് പോയപ്പോൾ എന്ന് പറഞ്ഞു, ഞാൻ ഒന്ന് ചെയ്യുന്നു, മുമ്പിലുള്ള ആ പരമവെള്ളിയുടെ ലാക്കിലേക്ക് പിൻപിലുള്ളതെല്ലാം മറന്ന് ഞാൻ അതിലേക്ക് ഓടുകയാണ്. ഈ ലോകത്തിൽ ലാഭമെന്ന് കണ്ടതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. വൻപൻ കോടീശ്വരനായിരുന്നു കേട്ടോ പൗലോസ്. പൗലോസായി കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് അദ്ദേഹത്തിന്റെ പക്കൽ ഒരു പുതപ്പും സ്തോത്രം വിശുദ്ധ വേദപുസ്തകവും ന്യായപ്രമാണവും അല്ലാതെ ഒന്നുമില്ല. സ്വന്തമായി കൈ കാശില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട്
തനിക്കും മറ്റുള്ളവരെ മുട്ടു തീർക്കുവാൻ തൊക്കണം കൂടാരപ്പണി ചെയ്ത് ആ മനുഷ്യൻ സുവിശേഷം അറിയിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, അതാണ് കർത്താവിനെ കാണേണ്ടത് പോലെ കണ്ടാലുള്ള ഗുണം. എന്നാൽ ഇന്ന് പലയിടത്തും അനേകർ ഈ യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം ഇന്ന് ഇൻകം ടാക്സ് കൊടുക്കുന്നവരായി മാറി, ബഹുകോടികളുടെ ഉടമസ്ഥരായി മാറി. ഭൂമിയിൽ എവിടെല്ലാം വസ്തുവകകളുണ്ടെന്ന് അവർക്ക് തന്നെ അറിയാൻ മേലാതായി. മുന്തിയ കാറുകളിലും മുന്തിയ ഭവനങ്ങളിലും ശീതീകരിച്ചതായ അനുഭവങ്ങളിൽ അവർ കഴിയുമ്പോൾ അവരുടെ ആകത്തുക ഈ പുസ്തകം തന്നെയാണ്. മുൻപ് എന്തുണ്ടായിരുന്നു? മാതാപിതാക്കളുടെ പക്കലോ പൂർവിക സ്വത്തോ എന്ന് പലർക്കും ഇല്ലാത്തവരാണ് ഇന്ന് ഇൻകം ടാക്സ് കൊടുക്കുന്നത്. മുന്തിയ കാറുകളിൽ സഞ്ചരിക്കുന്നത്, മുന്തിയ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ശീതീകരിച്ച ഭവനങ്ങളിൽ താമസിക്കുന്നതും അതുപോലെയുള്ള വിലയേറിയ വളർത്തു നായ്ക്കളെയും പൂച്ചകളെയൊക്കെ വളർത്തുന്നത് കാഴ്ചപ്പാട് ശരിക്കും പ്രാപിച്ചില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഞാൻ വിഷയം വിട്ടു പോവുകയില്ല. നോക്കുക, ന്യായപ്രമാണം ന്യായപ്രമാണത്തിൽ കണ്ടുവെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കത്തില്ല, ഈ ലോകം ശത്രുതയിലായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിനെ വേണ്ടതുപോലെ കാണാൻ സാധിച്ചില്ല എങ്കിൽ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കണ്ടില്ല എങ്കിൽ അതിനർത്ഥം കണ്ണ് തുറന്നു കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ആരാ കണ്ണടച്ചിരിക്കുന്നത്? സ്വന്തമായിട്ടല്ല കേട്ടോ, സ്വന്തമായിട്ടില്ല. മറിച്ച് അവിടെ നാം ഇങ്ങനെ വായിക്കാം. അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വാക്യം. സ്തോത്രം. 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. കണ്ണ് തുറന്നു കിട്ടിയ എന്ത് സംഭവിക്കും? ഗലാത്യർ 4:4 വായിക്കാം. കണ്ണ് തുറന്നു കിട്ടിയവർക്ക് ലഭിക്കുന്ന പദ്ധതി അവരെങ്ങനെയായിരിക്കും? 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ വിശേഷാൽ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു. ഗലാത്യർ 4:4 പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പറഞ്ഞു, ദൈവത്തെ നിങ്ങൾ അറിയാതിരിക്കെ അവനെ ദൈവമെന്ന് അറിയുകയും. 9 ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും. ഗലാത്യലേഖനം 4:8. ക്ഷമിക്കണം, 4:4 ക്ഷമിക്കണം, 4:8-9 വാക്യങ്ങൾ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ ജീവിച്ചപ്പോഴാണ് കണ്ണുകുരുടായിരുന്നത്. എന്നാൽ ദൈവത്തെ അറിഞ്ഞപ്പോഴോ? ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരിക്കണേ. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആ കാര്യത്തിന്റെ വിശദീകരണം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ്, സ്തോത്രം, ആളുകളോട് പറഞ്ഞ ഒരു പ്രത്യേക കാര്യം അതിന്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം ഇതാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 17-ാം അധ്യായം 24 വാക്യങ്ങൾ. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുകൊണ്ട്. ഈ ദൈവം എവിടെ ഇരിക്കുന്നു? ആരാണ്? എന്തിന്റെ ഉടമസ്ഥനാണ്? സ്വർഗത്തിനും ഭൂമിക്കും ഉടമസ്ഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. നമുക്ക് മനുഷ്യർക്ക് അറിയാവുന്ന ദൈവം എവിടെ ഇരിക്കുക? കൈപ്പണിയായ ക്ഷേത്രങ്ങൾ. ക്രൈസ്തവന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിലുള്ളവരുടെ എല്ലാം ഉള്ളിൽ ദൈവം എന്ന് ബോധം വന്നാൽ ഉടനെ അവർ കിഴക്കോട്ട് തിരിയും. കാരണം പള്ളിയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, കുരിശ് വരയ്ക്കുക, മുട്ടുകുത്തുക, ഈ പരിപാടിയിലേക്ക് അവർ കിഴക്കോട്ട് തിരിയും. എന്നാൽ മുസൽമാനെ സംബന്ധിച്ച് ഒരു മുസ്ലിം ആണെങ്കിൽ നേരെ പടിഞ്ഞാറോട്ട് തിരിയും. പടിഞ്ഞാറോട്ട് നിന്ന് നോക്കിയവർ നമസ്കരിക്കും. മുസ്ലിം സ്നേഹിതന്മാർ അവരുടെ ദൈവത്തെ
അവർ കാണുന്നതും കണ്ടെത്തുന്നതും അന്വേഷിക്കുന്നതും പോകുന്നതും പ്രാർത്ഥിക്കുന്നതും അവരുടെ ദേവാലയങ്ങൾ മുസ്ലിം മസ്ജിദുകളാണ്. ആ മസ്ജിദുകളിൽ ചെന്നാൽ അവർ പടിഞ്ഞാറോട് തിരിഞ്ഞിരിക്കും. ഹൈന്ദവരാണെങ്കിലോ അത് തെക്കോട്ടോ വടക്കോട്ടോ, കൂടുതലും തെക്കോട്ടാണ്. അതുകൊണ്ടാണ് തെക്കത്. തിരുവനന്തപുരം ഭാഗത്ത് പോലെ തെക്കതുകളുണ്ട്. കൂടുതലും തെക്കോട്ടാണിരിക്കാം, അല്ലായിരിക്കാം. എന്നാൽ ഏറെക്കുറെ തെക്കതെന്നാണ്. തിരുവനന്തപുരം ഭാഗത്ത് കൂടുതൽ തെക്കതുകളുണ്ട്. അതിന് കാരണം തെക്കോട്ടാണ്. അപ്പം ദൈവമെന്ന സങ്കല്പം ഒരു മത വിശ്വാസിക്കുണ്ടെങ്കിൽ, ക്രൈസ്തവനെങ്കിൽ മതാചാരപ്രകാരം കിഴക്കോട്ട് തിരിയും, മുസൽമാനെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിയും, ഹൈന്ദവനാണെങ്കിലോ തെക്കോട്ടോ വടക്കോട്ടോ തിരിയും. അതുകൊണ്ട് അവർ ദൈവാലയങ്ങളിലേക്ക് പോകും. അവരവർ വിശ്വസിക്കുന്നതായ അമ്പലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്ക് പോകും. എന്നാൽ ഈ ന്യായപ്രമാണം പറയുന്നു, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം കൈപ്പണിയായ ദാരുശില്പങ്ങൾ കൊണ്ടോ കല്ലുകളിൽ നിന്നോ ഇരുമ്പ് കൊണ്ടോ കൊത്തിയുണ്ടാക്കിയ അടിയടിയടിയായി പണിതെടുത്തിരിക്കുന്ന മനോഹരമായ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മസ്ജിദുകളിലോ വാസം ചെയ്യുന്നില്ല. പക്ഷെ ഇതറിയാത്ത മനുഷ്യൻ തിരശീലയിട്ടും വിളക്ക് കത്തിച്ചും മണിയടിച്ച് ഉറക്കിയും മണിയടിച്ച് ഉണർത്തിയും ധൂപക്കുറ്റി വീശിയും എല്ലാം അതിനകത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണം പറയുന്നു, അങ്ങനെയുള്ള കൈപ്പണിയായ മന്ദിരങ്ങളിൽ ശില്പികളുടെ ശില്പചാതുര്യത്തോടുകൂടി പണിതുയർത്തിയ പല നിലകളും എടുപ്പുകളും ഉള്ളതായ വലിയ കമാനങ്ങളുള്ളതായ ദൈവാലയങ്ങളിൽ, പള്ളികളിൽ, മസ്ജിദുകളിൽ ദൈവം വസിക്കുന്നില്ല. പിന്നെയോ സ്തോത്രം, കൈപ്പണിയായ മന്ദിരങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. അത് തന്നെയുമല്ല, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ ദൈവമാണ് മനുഷ്യർക്ക് സകലവും കൊടുത്തിരിക്കുന്നത്. പറയാം, ജീവനും ശ്വാസവും സകലവും ദൈവമാണ് കൊടുത്തിരിക്കുന്ന മനുഷ്യന്. അങ്ങനെ ആ മനുഷ്യന് ഇതെല്ലാം ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ട് മനുഷ്യ കൈകളാൽ ദൈവത്തിന് ഒരു ശുശ്രൂഷയും വേണ്ട. നമ്മുടെ കരങ്ങൾ കൊണ്ട് ദൈവത്തെ ഊട്ടണ്ട. നമ്മുടെ കരങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ദൈവത്തെ ഉറക്കണ്ട. മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് ദൈവത്തെ കുളിപ്പിക്കണ്ട, ആറാടണ്ട. ദൈവത്തെ, ആ ദൈവമെന്ന് പറയുന്ന വിഗ്രഹങ്ങളെ വാഴ്ത്തിക്കൊണ്ട് നടക്കണ്ട. മനുഷ്യന്റെ തോളിൽ ആ ദൈവത്തെ, ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ എന്റെ പ്രതിരൂപങ്ങളെ, ചിത്രങ്ങളെ ചുമക്കേണ്ടതില്ല. കാരണം ഇത് ചുമക്കുന്ന മനുഷ്യന് ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്ന ദൈവം, ആ ദൈവത്തെ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, ചുമക്കുവാൻ, മനുഷ്യനെ കൊണ്ട് പരിപാലിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. പക്ഷെ ഇത് അറിയാതെ മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ദൈവത്തെ കുളിപ്പിച്ചും ദൈവത്തിന് വസ്ത്രം മാറിയും ദൈവത്തിന് പൊട്ടുതൊട്ടും മാലയിട്ടും കുരിശു വെച്ചും ഏതെല്ലാം തരത്തിൽ ദൈവത്തെ അലങ്കരിക്കാമോ ഇതെല്ലാം അലങ്കരിക്കുക. രാവിലെ ഒരു വറ്റം പൂക്കൾ കൊണ്ടുവെക്കും, കുറിഞ്ഞി പൂത്താൽ കുറിഞ്ഞിപ്പൂക്കൾ കൊണ്ടുവെക്കും, അത് അൾത്താരയിലും ത്രോണോസിലും പൂക്കൾ വെച്ചും എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്യാമോ ഇതെല്ലാം മനുഷ്യൻ ദൈവത്തിന് പറഞ്ഞ് ചെയ്യുക. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇതൊന്നും നിങ്ങൾ അവിടെ ചെയ്യേണ്ട. ഈ ചെറിയവരിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം എനിക്ക് ചെയ്തു. എന്റെ വിശപ്പിന് നിങ്ങൾ ഭക്ഷണം തരണ്ട, എന്റെ ദാഹം നിങ്ങൾ വെള്ളവും തരണ്ട, എനിക്ക് നിങ്ങൾ വസ്ത്രം ഉടുപ്പിക്കണ്ട, എന്നെ സാരി ഉടുപ്പിക്കണ്ട, ഷർട്ടും പാൻറ്റും ഉടിപ്പിക്കണ്ട. മറിച്ച് ഈ ചെറിയവന് നീ വസ്ത്രം കൊടുത്താൽ അത് നീ എനിക്കാ ചെയ്തത്. ഈ ചെറിയവന് നീ ഭക്ഷണം കൊടുത്താൽ അത് നീ എനിക്കാ ചെയ്തത്. ഈ ചെറിയവൻ ആരെങ്കിലും, ആ ചെറിയവരിൽ ആർക്കെങ്കിലും നീ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്താൽ അതല്ല എനിക്കാ നീ ചെയ്തത്. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നത് ദൈവത്തിന്റെ കട്ടവിട്ട് വെച്ചിട്ട് അതിന് മീതെ പാലൊഴിക്കുക, തൈരൊഴിക്കുക, എന്തൊക്കെ ചെയ്യാവോ പടങ്ങളുടെയും വിഗ്രഹങ്ങളുടെയും പ്രതിമകളുടെയും മുകളിലൂടെ ഇതെല്ലാം വെണ്ണയും നെയ്യും എല്ലാം ഒഴിക്കുക. അതുകൊണ്ട് കർത്താവ് പറയാണ്, മനുഷ്യനിർമ്മിതമായ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ കർത്താവ് വസിക്കുന്നില്ല. തന്നെയല്ല, ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ. എന്തിനെങ്കിലും കർത്താവിന് മുട്ടുണ്ടോ? സ്വർണത്തിന് പഞ്ഞമുണ്ടോ? വെള്ളിക്ക് പഞ്ഞമുണ്ടോ? ഈ കാണുന്ന സ്വർണം വെള്ളി മുഴുവൻ ഉണ്ടാക്കിയ ദൈവമാണ്.
പരുത്തിയിൽ നിന്ന് പഞ്ഞിനൂൽ വരുത്തി നൂൽക്കാമെന്ന് പഠിപ്പിച്ചത് ദൈവമാണ്. മെഴുകുതിരി കണ്ടെത്തി മനുഷ്യന് കൊടുത്തത് ദൈവമാണ്, അല്ലെങ്കിൽ മെഴുകു കൊടുത്തത് ദൈവമാണ്. വെളിച്ചം നൽകിയ സൂര്യനും ചന്ദ്രനെയും ദൈവം നൽകി ആ ദൈവത്തിന് മെഴുകുതിരി കത്തിച്ച് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സ്തോത്രം. അവിടെ തനിക്ക് ഒന്നിനും മുട്ടില്ല, ദൈവത്തിന് മുട്ടില്ല, മനുഷ്യനെല്ലാം മുട്ടുണ്ട്. പള്ളിയിൽ പോകുന്നതിനും പ്രസംഗിക്കുന്നതിനും പാതിരിക്കും പുരോഹിതനും എല്ലാം മുട്ടുണ്ട്, വിശ്വാസിക്കും മുട്ടുണ്ട്. മനുഷ്യനാണോ മുട്ടുണ്ട്? അത് രാജാവായാലും അടിയാനായാലും എല്ലാവർക്കും മുട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് ഒന്നിനും മുട്ടില്ല. അതുകൊണ്ട് വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നു. മാനുഷ്യ കൈകളാൽ ദൈവത്തിനൊരു ശുശ്രൂഷയെ ആവശ്യമില്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കും. എന്നിട്ട് പറയാം, ഈ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ദൈവം ഒരുത്തനിൽ നിന്ന് ആദമിൽ നിന്ന് ഈ മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. അവരുടെ നിവാസത്തിന് അതിരുകളും എന്നിട്ടോ അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ദൈവം നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി എന്നിട്ടോ അവർ പറയാം, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. അവൻ നമ്മിൽ ആർക്കും നോക്കുക, ദൈവത്തെ അന്വേഷിക്കുവാൻ തക്കണം ദൈവം ഒരു ദ്വര. അതുകൊണ്ടാണ് മനനം ചെയ്യുന്നവന് പേര് വന്നത്, ദൈവത്തെ അന്വേഷിക്കുക. പക്ഷെ പലരും അവരുടെ ജീവിതയാത്ര ദൈവത്തെ ശരിയായി കാണാതെ ഈ ലോകത്ത് മാറ്റപ്പെടുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ഈ പുസ്തകത്തോട് അന്വേഷിക്കൂ. ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കും. ഈ ന്യായപ്രമാണത്തിൽ കർത്താവായ യേശുക്രിസ്തുവുണ്ട്. ഈ ന്യായപ്രമാണത്തിൽ ഈ ഭൂമി സകലവും സൃഷ്ടിച്ച ദൈവമുണ്ട്. ഈ ന്യായപ്രമാണത്തിൽ എന്നെ നിങ്ങളെയും പോറ്റുന്ന പുലർത്തുന്ന നമ്മുടെ ജീവനും ശ്വാസവും നമുക്കുള്ളത് ആവശ്യമായതെല്ലാം നൽകിത്തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഇവരെ സഹായിക്കട്ടെ. സ്തോത്രം. അത് സാധിക്കുന്നില്ലെങ്കിൽ, അത് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കണ്ണുകൾ തുറന്നു കിട്ടിയിട്ടില്ല. സ്തോത്രം. നമുക്ക് വായിക്കാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായ സമയത്ത് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കേൾക്കുന്നതും ഭാഗ്യമുള്ളത്. ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇത് കാണുവാൻ തക്കണം താല്പര്യപ്പെട്ടവരാണ്. പക്ഷേ അവർക്കാർക്കും ഇത് കാണുവാനും ഇത് കേൾക്കുവാനോട് കഴിഞ്ഞില്ല. സ്റ്റോപ്പ്. കർത്താവിന്റെ അടുക്കൽ വന്നതായ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞതായ തിരുവായി മൊഴിഞ്ഞ് ചൊല്ലിയതായ അറിയിച്ചതായ സ്റ്റോപ്പ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ ചെവി കേൾക്കുന്നുണ്ട് ഭാഗ്യവാനാണ്. നോക്കുക പ്രിയമുള്ളവരെ, പലരും ഞാനിപ്പോൾ ഈ കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. അത് കാണുന്നത് എന്റെ കണ്ണിന് തെളിച്ചം കിട്ടാനാണ്. അതായത് ചെറിയ വാക്യങ്ങളൊക്കെ നോക്കി എനിക്ക് കാണത്തില്ല. ഈ കണ്ണാടിയിൽ കൂടെ ആണെങ്കിൽ തെളിയുന്നുണ്ട്. അപ്പൊ എന്റെ കണ്ണ് കാണുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നതിനല്ല. ഈ കണ്ണാടി വെച്ചോ കണ്ണാടി ഇല്ലാതെയോ, കണ്ണാടി ഇല്ലാതെ എനിക്ക് അല്ലാതെ കാണാം, ഓക്കെ. പക്ഷെ വായിക്കണമെങ്കിൽ കണ്ണാടി വേണം. അങ്ങനെ കണ്ണാടി വെച്ചും കാണാതെയും അല്ല, കണ്ണാടി വെക്കാതെയുള്ള കാഴ്ചയെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയ കണ്ണ് തുറക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. വായിക്കാം, വീണ്ടും വായിക്കാം. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ട്, അതെ, യേശു കർത്താവിനെ കാണുന്നത് കൊണ്ട് ശിഷ്യന്മാർ കർത്താവിന്റെ പുറകെ നടക്കുക. അവരോട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണ് എന്നെ കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവർ. നിങ്ങൾ ഭാഗ്യമുള്ളവർ. ലോട്ടറി അടിച്ചവരല്ല ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും, നിങ്ങൾ ഭാഗ്യമുള്ളവർ. നോക്ക, ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചു, രാജാക്കന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, അവർ കണ്ടില്ല. ഒത്തിരി പേര് ഇത് കാണുവാൻ താല്പര്യപ്പെട്ടു. എനിക്ക് പറയുവാൻ അതല്ല, ഗുരു നിത്യ ചൈതന്യ യതി എന്നൊരാളുടെ അനുഭവം ഞാൻ ഒരിക്കൽ ഏതോ ഒരു ആർട്ടിക്കിൾ അദ്ദേഹം വായിപ്പാനിടയായി തീർന്നു. അദ്ദേഹം ഒരു സത്യാന്വേഷിയായിരുന്നു. സത്യാന്വേഷിയായി അദ്ദേഹം അനേക സ്ഥലങ്ങളിൽ അലങ്ങി. അവസാനം അദ്ദേഹം തന്നെ ഒരു സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നു, ഗുരു നിത്യ ചൈതന്യ യതി. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുത്തായ പത്രത്തിലെ ആൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സ്വാമി താങ്കൾ ക്രൈസ്തവ മതത്തിൽ ഒരു സത്യം കണ്ടെത്താൻ താല്പര്യപ്പെട്ടില്ലേ? അതേ പറഞ്ഞു, നിശ്ചയമായിട്ടും ഞാൻ പോയി. എവിടെ? പറഞ്ഞു, കേരളത്തിൽ ഒരു മണൽപ്പുറത്ത് ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ സുവിശേഷ യോഗം നടക്കാറുണ്ട്.
അത് 100 വർഷം കഴിഞ്ഞു പോയി തുടങ്ങിയിട്ട് തന്നെ. അനേകായിരങ്ങൾ ലക്ഷങ്ങൾ പങ്കെടുക്കുന്നതായ അദ്ദേഹം പറയുകയാണ്, ആ സുവിശേഷ കൺവെൻഷന്റെ അവിടെ ഒരു ആ പന്തലിന്റെ ഒരു തൂണിൽ ചാരി ഇരുന്ന് ഞാൻ ഒരാഴ്ച ഇവർ പറഞ്ഞത് മുഴുവൻ കേട്ടു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞതിനകത്ത് ആ ദൈവം യേശുവാണെന്നുണ്ടായിരുന്നുവെങ്കിൽ നിശ്ചയമായി ഞാൻ ആ യേശുവിന്റെ ആ ഗുരുവിന്റെ പിന്നാലെ പോയേനെ. അവർ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞ ഈ യേശുവിനെ ഞാൻ തപ്പിച്ചെന്നിട്ട് എനിക്ക് കാണാനും പറ്റിയിരുന്നു. അതേ പ്രിയമുള്ളവരെ, വളരെയേറെ ആളുകൾ കാണാൻ പോകുന്നത് ഈ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ക്രൈസ്തവനെന്ന് പറയുന്നത് പള്ളി, ഹൈന്ദവന്റെ ആണെങ്കിൽ അമ്പലം, മുസ്ലിമിന്റെ ആണെങ്കിൽ മസ്ജിദ്, അവിടേക്കാണ് പോണത്. എന്നാൽ ദൈവത്തെ കാണാൻ അമ്പലത്തിലോ പള്ളിയിലോ മസ്ജിദിലോ പോയിട്ട് കാര്യമില്ല. മറിച്ച് ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അല്ല ദൈവം വസിക്കുന്നത്. ഈ ന്യായപ്രമാണം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ആണ് ദൈവത്തിന്റെ മന്ദിരം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗാഡ്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ലയോ? മനുഷ്യന്റെ ഗാത്രമാണ് ദൈവത്തിന്റെ ക്ഷേത്രമെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ മനുഷ്യന്റെ ശരീരമാണ്, മനുഷ്യന്റെ ശരീരം എന്നല്ല, ആണെങ്കിലും മനുഷ്യന്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. സ്തോത്രം. ഏറിയ പ്രവാചകന്മാരും വലിയവരും ചെറിയവരൊക്കെ ഒത്തിരി പേര് കാണുവാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷെ അവർക്കത് കാണാൻ സാധിച്ചില്ല. യേശു കർത്താവിനെ കാണുവാൻ വിദ്വാൻമാർ വന്നുവെങ്കിൽ ആ വിദ്വാൻമാരെ കൊട്ടാരത്തിൽ കാണുമെന്ന് കരുതി അവിടേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ യേശു കർത്താവ് ഇല്ലായിരുന്നു. കൊട്ടാര നിവാസികൾ, രാജാവ് ഉൾപ്പെടെ എല്ലാവരും അമ്പരന്ന് പോയി. ആ സമയത്ത് രാജാവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പോകുവിൻ, സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തിയാൽ വന്ന് എന്നോട് പറയണം, ഞാനും ചെന്ന് ഈ യേശുവിനെ നമസ്കരിക്കാൻ. നോക്കുക, എത്ര പരിതാപകരമായ ഒരു അന്വേഷണം അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹത്തിന് രാജ്യത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഇല്ലേ? ചാരന്മാരില്ലേ? പട്ടാളത്തിലെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനം വെച്ച് ആ രാജ്യത്ത് ജനിച്ച ഒരാളെ കണ്ടെത്താൻ രാജാവിന് കഴിഞ്ഞില്ല. കാരണം ഈ ലോകത്തിന്റെ ദൈവം ആ രാജാവിന്റെ കണ്ണ്, ഹെരോദാവിന്റെ കണ്ണ് കുരുടാക്കിയത് കൊണ്ട് തേജസ്സിന്റെ പുത്രനായ, തേജസ്സിന്റെ സുവിശേഷമായ യേശുവിനെ കാണുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കുന്നു. ഞാൻ അങ്ങനെ കൃപയാൽ ഞാനും അങ്ങനെ ആയിരുന്നു. 22ാമത്തെ വയസ്സ് എന്റെ കണ്ണ് തുറന്നതുകൊണ്ടാണ് പള്ളിയും പട്ടക്കാരെയും വിട്ട്, മരിച്ചവരോടുള്ള പ്രാർത്ഥനയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വിട്ട്, മധ്യസ്ഥന്മാരോടും അവരോടുള്ള പ്രാർത്ഥന വിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതം കണ്ടെത്താൻ, അതിന്റെ പുറകെ ഇറങ്ങിത്തിരിപ്പാൻ കാരണമായി തീർന്നത് കൃപയാൽ എന്റെ കണ്ണ് കർത്താവ് തുറക്കുവാനിടയായി തീർന്നു. എന്റെ കണ്ണിനെ മൂടിയിരുന്ന പൈശാചിയെ കെട്ടുന്ന എന്റെ കർത്താവിന്റെ കണ്ണുകളെ തുറന്നു ഇന്ന് രാത്രി. ആയതിനാൽ പ്രിയമുള്ളവരെ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കണം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ ദൈവം വെച്ചാൽ അടുത്ത വീണ്ടും ചൊവ്വാഴ്ച രാത്രി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കേട്ടവനും ധ്യാനിക്കാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യും. ഈ രാത്രിയിൽ അവിടുത്തെ വചനമായി നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജിനായി സ്തോത്രം. അതിന് ചുമതല കൊടുക്കുന്ന ഞങ്ങളുടെ ദാസന്മാർ, പ്രിയ സജ് ബ്രദർ, കർത്താവെ ജോസ് കുരിശിങ്കിൽ എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യും. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് രാത്രി വചനം കേട്ടവർക്കായി സ്തോത്രം. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം കണ്ടെത്തി, ആ തികവുള്ളത് കണ്ട് പൂർണ്ണതയുള്ളതായ ദൈവ ന്യായപ്രമാണം കണ്ടെത്തി അതിലൂടെ കർത്താവിനെ അന്വേഷിച്ചിറങ്ങുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിച്ചായിട്ട് മഹത്വം അങ്ങേക്ക് തീർന്നു. യേശു മൂലം അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ ഇപ്പോഴും ഒന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.